കൊല്ലം ചെമ്മാമുക്കിൽ നടുറോഡിൽ രാത്രിയിൽ ഭർത്താവ് കടുങ്കൈ ചെയ്തത് ഭാര്യയും സുഹൃത്തുമായുള്ള തർക്കത്തെ തുടർന്നാണ്. കുടുംബ പ്രശ്നവും സാമ്പത്തിക പ്രശ്നവുമാണ് കാരണമെന്ന് പ്രതി പറഞ്ഞതായി പോലീസ് പറയുന്നു. പ്രതി കുറ്റം സമ്മതിച്ചു. കേസ് നടപടികളിലേക്ക് നീങ്ങുകയാണെന്ന് പോലീസ് അറിയിച്ചു. കൊട്ടിയം തഴുത്തല സ്വദേശി അനിലയാണ് മരിച്ചത്. 44 വയസ്സായിരുന്നു. പൊള്ളലേറ്റ സോണി എന്ന യുവാവിനെ ചികിത്സയിൽ പ്രവേശിപ്പിച്ചു. രാത്രി 9 മണിയോടെയാണ് സംഭവം. പ്രതിയെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ആശ്രാമത്ത് ബേക്കറി തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഭാര്യ അനിലയും സുഹൃത്തായ അനീഷും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. ഈ വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കാൻ കൊട്ടിയത്തെ പഞ്ചായത്ത് അംഗം സാദിഖിനോട് ആവശ്യപ്പെട്ടിരുന്നു അനില. അനീഷുമായി പാർട്ട്ണർഷിപ്പായാണ് കട തുടങ്ങിയത്. അനീഷിനെ പത്മരാജന് ഇഷ്ടമില്ലായിരുന്നു. ഇക്കാര്യത്തിൽ ഇടപെട്ട് സംസാരിക്കാനായിരുന്നു തന്നോട് ആവശ്യപ്പെട്ടതെന്ന് സാദിഖ് പറഞ്ഞു. വിഷയത്തിൽ ഇന്ന് വൈകിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞിരുന്നു. കൊട്ടിയത്ത് 3 പേരും തമ്മിൽ സംസാരിച്ചു. 10-ാം തീയതി പണം തിരിച്ചു നൽകുമെന്നും പറഞ്ഞാണ് പോയത്. പ്രശ്നം തീർന്നതായിരുന്നു. എന്നാൽ 2 ദിവസം മുമ്പ് അനീഷും പത്മരാജനും തമ്മിൽ വാക്കുതർക്കവും ഉണ്ടായെന്ന് സാദിഖ് പറഞ്ഞു. 1 മാസം മുമ്പാണ് ബേക്കറി കട തുടങ്ങിയത്. അനിലയുടെയും അനീഷിന്റെയും പണം മുടക്കിയാണ് ബേക്കറി തുടങ്ങിയതെന്ന് സാദിഖ് കൂട്ടിച്ചേർത്തു. കടയിൽ അനിലയുടെ സുഹൃത്തിനുണ്ടായിരുന്ന പാർട്ട്ണർഷിപ്പ് ഉടൻ ഒഴിയണമെന്ന് പത്മരാജൻ ഇയാളോട് ആവശ്യപ്പെട്ടിരുന്നു. ബേക്കറിക്ക് വേണ്ടി മുടക്കിയ പണം തിരികെ നൽകിയാൽ കടയിലെ പാർട്ട്ണർഷിപ്പ് വിടാമെന്നാണ് അനിലയുടെ സുഹൃത്ത് പറഞ്ഞിരുന്നത്. എന്നാൽ പത്മരാജനും അനിലയുടെ സുഹൃത്തുമായി സംഭവത്തിന്റെ പേരിൽ കയ്യാങ്കളി നടന്നു. ബേക്കറിയിൽ വച്ചായിരുന്നു ഇവർ തമ്മിൽ അടിപിടിയുണ്ടായത്. ഇതിനിടയിലാണ് പാർട്ട്ണർഷിപ്പ് തുക ഡിസംബർ 10-ന് തിരികെ തരാമെന്ന രീതിയിൽ ഒത്തുതീർപ്പ് ചർച്ച നടന്നത്. എന്നാൽ ഇതിന് പിന്നാലെയാണ് ഇന്നലെ രാത്രിയോടെ അനിലയെ പിന്തുടർന്നെത്തിയ പത്മരാജൻ യുവതിയെ തീ കൊളുത്തി കൊലപ്പെടുത്തിയത്. കടയിലെ ജീവനക്കാരനായ സോണി എന്ന യുവാവിനെ വീട്ടിൽ കൊണ്ടുവിടാൻ പോകുമ്പോഴായിരുന്നു ആക്രമണം. അതേസമയം അനിലയുടെ സുഹൃത്തായ യുവാവെന്ന് തെറ്റിദ്ധരിച്ചാണ് സോണിക്ക് നേരെ പത്മരാജൻ പെട്രോൾ ഒഴിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ഒമ്നി വാനിലെത്തിയ പത്മരാജൻ അനിലയും സോണിയും സഞ്ചരിച്ച കാറിനെ വഴിയിൽ തടഞ്ഞ് വാഹനത്തിലേക്ക് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. നഗരമധ്യത്തിൽ റെയിൽവേ സ്റ്റേഷനടുത്തായുള്ള സ്ഥലത്തായിരുന്നു സംഭവം. കൊല്ലം നഗരത്തിൽ ബേക്കറി സ്ഥാപനത്തിന്റെ ഉടമയായിരുന്നു കൊല്ലപ്പെട്ട അനില. ഇവരെയും സ്ഥാപനത്തിലെ പങ്കാളിയായ യുവാവിനെയും ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം എന്നാണ് വിവരം. എന്നാൽ പത്മരാജൻ ലക്ഷ്യമിട്ടയാളല്ല കാറിലുണ്ടായിരുന്നത്. ബേക്കറിയിലെ ജീവനക്കാരനായ സോണിയാണ് ആക്രമണത്തിന് ഇരയായത്. 2 വാഹനങ്ങളും പൂർണ്ണമായും കത്തി നശിച്ചു. പോലീസും ഫയർഫോഴ്സും എത്തിയാണ് തീയണച്ചത്. പിന്നീടാണ് അനിലയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. സോണിക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. കൊലപാതക കുറ്റത്തിനൊപ്പം യുവാവിനെ ആക്രമിച്ചതിന് വധശ്രമ കുറ്റവും നടത്തും. ഇന്നലെ രാത്രി 8:30-യോടെയാണ് ബേക്കറി ഉടമയായ അനിലയും ജീവനക്കാരനായ സോണിയും സഞ്ചരിച്ചിരുന്ന കാർ തടഞ്ഞ് പെട്രോൾ ഒഴിച്ചത്.